हेलो बच्चों, कैसे हैं आप सब। आज हम देखने वाले हैं आपके യൂണിറ്റ് 3 का ചാപ്റ്റർ 3 നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏക് തിൻകയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാണ് ഏക് തിൻക എഴുതിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഹരിയോജിയാണ് അല്ലേ. ഹരിയോജി को बारे में आपको जानता है, നിങ്ങൾ അറിയാവുന്നതായിരിക്കും. ചിലപ്പോൾ ഹിന്ദിയിലെ ദ്വിവേദി യുഗ്, ഓക്കെ, മഹാവീർ പ്രസാദ് ദ്വിവേദിക്ക് ദ്വിവേദി യുഗിലെ വളരെ പ്രശസ്തരായ ഒരു കവി തന്നെയാണ് നമ്മുടെ ഹരിയോജി. അദ്ദേഹത്തിന്റെ എന്താണ് പ്രിയ പ്രവാസ് എന്ന രചന മഹാകാവ്യം ഹിന്ദിയിലെ തന്നെ എന്താണ് ഹിന്ദിയിലെ ഖടി ബോലി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു രചന തന്നെയാണ്. ആദ്യത്തെ ഖടി ബോലിയിൽ എഴുതിയിട്ടുള്ള ആ ഒരു രചന തന്നെയാണ്. സോ അദ്ദേഹം മോഡേൺ ഹിന്ദിയിലേക്ക് വരുന്നതും ലിറ്ററേച്ചറിലൊക്കെ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ വലുതാണ്. സോ അദ്ദേഹത്തിന്റെ ഏക് തിൻക എന്ന് പറയുകയാണ്. ഏക് തിൻക എന്ന് പറയുമ്പോൾ ലൈക്ക് എ സ്ട്രോ ആണ്, ചെറിയൊരു എന്താണ് ഒരു പുല്ലിന്റെ ചെറിയൊരു സ്ട്രോ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിൻക എന്ന് പറയുന്നത്. സോ ഇത് കാരണം എങ്ങനെയാണ് ഈ കവിയെ എഫക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ കവിത എന്താണെന്ന് വളരെ ക്വിക്കായിട്ട് മനസ്സിലാക്കാം. സോ 120 സെക്കൻഡ്സിനുള്ളിൽ, അതായത് നമ്മൾ പറയുന്നത് വളരെ ക്വിക്കായിട്ട് ഇതിന്റെ സമ്മറി കൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. സോ ബച്ചോ റെഡി. സോ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തിൻക എന്ന് പറയുന്നത് ഒരു ഉണങ്ങിയ ഒരു ചെറിയ പുൽച്ചെടിയുടെ ഒക്കെ എന്താണ് ഉണങ്ങിയ ഒരു ചെറിയൊരു പോർഷൻ ആണ്. അത് വളരെ മാക്രോ, ഡസൻ ലൈക്ക് എ മാക്രോ, വലുതല്ല, മറിച്ച് ചെറിയ മൈക്രോ ആണ്, വളരെ ചെറുതാണ്. സോ ഇതെന്താണ് അദ്ദേഹം ഞാൻ കഥ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇദ്ദേഹം അഹങ്കാരത്തോടു കൂടി ആ ഒരു മട്ടുപാവിൽ അദ്ദേഹത്തിന്റെ എന്താണ് പാരപ്പെട്ടിൽ അദ്ദേഹം നിൽക്കുവാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബാൽക്കണിയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുവാണ്. സപ്പോസ് ടു തിങ്ക് അവിടെ അദ്ദേഹം നിൽക്കുമ്പോൾ എന്താണ് ചെറിയൊരു തിൻക, അദ്ദേഹം വിചാരിക്കണം അദ്ദേഹം നിൽക്കുന്ന വെറുതെ നിൽക്കുമല്ല, മറിച്ച് അദ്ദേഹം പറയാണ് ഞാൻ തന്നെയാണ് ഈ ലോകത്തെ ബെസ്റ്റ്, ഐ ആം ദ ഓൺലി ബെസ്റ്റ്, ഈ ലോകത്ത് വേറെ ആരും ഒന്നുമല്ല എന്നൊക്കെ വിചാരിച്ച ആ ഒരു അഹങ്കാരത്തിന്റെ ആ ഒരു പ്രൈഡിന്റെ അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് അദ്ദേഹം തോന്നിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പറയാം, ഞാൻ പറയുന്ന പോലെ തന്നെ ഐ ആം ദ ബെസ്റ്റ് എന്ന് നമുക്ക് എപ്പോഴും പറയാം. ബട്ട് ഐ ആം ദ ഓൺലി ബെസ്റ്റ് എന്ന് പറയരുത്. സോ ഐ ആം ദ ബെസ്റ്റ് നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കാനൊക്കെ ഐ ആം ദ ബെസ്റ്റ് പറയാം. മറിച്ച് ഐ ആം ദ ഓൺലി ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ അറോഗൻസ്. സോ ബച്ചോ ആബി എസ് എന്നെ ബോൾനെ തോ ഏക് തിൻകയിൽ എന്താണ് ഇതുപോലെ അദ്ദേഹം പറയുന്നു ഞാൻ മാത്രമാണ് ഈ ലോകത്ത് ശക്തൻ, അതുപോലെ തന്നെ ഞാൻ മറ്റാരും എൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നൊരു അഹങ്കാരത്തിന്റെ ആ പ്രൈഡിന്റെ ഏറ്റവും ടോപ്പിൽ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ എന്താണ് ചെറിയൊരു പുല്ലിന് ഉണങ്ങിയ ആ ഒരു കഷ്ണം വന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ വന്ന് പതിക്കുവാണ്. സോ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാറ്റം തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. തോ ബച്ചോ ഏക് തിൻക, ഒരു തിൻക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കുന്നത്. സോ ഇതിന് വളരെ സമ്മറിയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അത് വന്ന് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് വീണപ്പോൾ എന്താണ് അദ്ദേഹത്തിന് മാറ്റം വരികയാണ്. കാരണം അദ്ദേഹം മനസ്സിലാക്കുകയാണ് സ്വയം ആ ഒരു തിൻക വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിഞ്ഞപ്പോൾ മറ്റാൾക്കാർ വേണ്ടി വന്നു അതിനെ എടുത്ത് കളയാനും സഹായിക്കാനും. സോ അദ്ദേഹത്തിന്റെ ഉത്ബോധ മനസ്സിന് അദ്ദേഹത്തിനോട് ചോദിക്കുവാണ്, ഇത്രയും വലിയ അഹങ്കാരമായിട്ട് നിന്ന് നിനക്ക് ഒരു ചെറിയ തിൻക വന്ന് ചെറിയൊരു കഷ്ണം വന്നിട്ട്, വലുതൊന്നുമല്ല ചെറിയൊരു തിൻക വന്ന് നിന്റെ കണ്ണിൽ വീണപ്പോൾ, ചെറിയൊരു പുൽനാമ വന്ന് നിന്റെ കണ്ണിൽ കരട് വന്ന് വീണപ്പോൾ അതിനെ പോലും എടുത്ത് കളയാൻ പറ്റാതെ നീ മറ്റൊരാളുടെ സഹായം തേടിപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നീ ലോകത്തെ ഏറ്റവും ഈ ഒരു ഞാൻ തന്നെയാണ് ഏറ്റവും വലുതെന്ന് നിന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത് എന്താണ് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഉത്ബോധം, അദ്ദേഹത്തിന്റെ സമജ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബോധം തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കുവാണ്. സോ ബച്ചോ ഇതാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് തന്നെ ഒരു മാറ്റം, ഒരു പരിണാമം. മറിച്ച് ഇത് അദ്ദേഹത്തിന്റെ കഥയല്ല, ഓക്കെ, ഇത് അദ്ദേഹമല്ല, മറിച്ച് അദ്ദേഹം ഒരു വ്യംഗ്യപൂർണ്ണമായിട്ടാണ്. അത് കവി എന്ന് മേമാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് മേം എന്നാണ് കാണാൻ സാധിക്കുക. മേം എന്ന് പറയുന്നത് കവി ഖുദ് ബോൾഡ, കവി സ്വയം തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മേം കവിന്റെ തന്നെ കവി തന്നെയായിട്ട് ഞാൻ തന്നെ അഹങ്കാരിയായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും കവി ചെയ്തുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ചുറ്റുപാടിൽ നിന്നൊക്കെ ഓരോ കവിതകളും എന്താണ് വ്യംഗ്യപൂർണ്ണമായിട്ട് സമൂഹത്തിലൊരു ആശയങ്ങൾ കൊടുക്കാനായിരിക്കും. സോ ഈ പ്രാവശ്യം അദ്ദേഹത്തിൽ തന്നെ സമൂഹത്തിലുണ്ടായ ഒരുപാട് ക്യാരക്ടേഴ്സിൽ നിന്ന് റെഫറായിട്ട് അദ്ദേഹം സ്വയം അങ്ങനെയാണെന്ന് വരുത്തിയിട്ട് നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഈ കവിത നമ്മളുമായിട്ട് ഫോർവേഡ് ചെയ്യുന്നത്. സോ ബച്ചോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആശയം മനസ്സിലാക്കാം. ഏക് തിൻക അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ് की एक छोटी लेकिन गहरी सीख देने वाली കവിത है. വളരെ ചെറുതും അതുപോലെ തന്നെ വളരെ മഹത്തരമായിട്ടുള്ള ഒരു അർത്ഥം തരുന്നതായിട്ടുള്ള ഒരു കവിതയാണ് ഏത് നമ്മൾ പറയുന്നത്, അത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഏക് തിൻക എന്ന് പറയുന്നത്. സോ വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. इसमें കവി अपने व्यक्तिगत अनुभव के माध्यम से, അദ്ദേഹത്തിന്റെ വ്യക്തിഗത അനുഭവങ്ങളുടെ ആ ഒരു മാധ്യമത്തിൽ നിന്ന് എന്താണ് കി മനുഷ്യ കാ ഗമണ്ട് കിത്തന ക്ഷണഭംഗുർ ഹോത്താ ഹൈ, മനുഷ്യന്മാരുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് എത്ര പെട്ടെന്ന് ഇല്ലാതാവുന്നത്. കവിത की शुरुआत में कवि घमंड से भरे हुए अपने घर की मुंडेर पर खड़े होते हैं. കവിതയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മുണ്ടേർ, ആ ഒരു ബാൽക്കണിയിൽ അദ്ദേഹം അഹങ്കാരത്തോടെ പാരപ്പെട്ടിൽ നിൽക്കുവാണ്. അപ്പോഴെന്താണ് തബി ഹവാമേ ഉടുത്താ ഹുവ ഏക് മാമൂലി മത്ലബ് വളരെ നമ്മളൊന്നും സാധാരണമായി കാണുന്ന ആ ഒരു കാറ്റിന്റെ കൂടി എന്താണ് ഒരു സാധാരണമായി കാണുന്ന ആ ഒരു എന്താണ് ആ ഒരു തിൻകിയും ആ ഒരു പുല്ലിന്റെ ചെറിയൊരു കഷ്ണവും തിൻകി ആക്കാറും എനിക്ക് ആങ്ക് മേ പട് ജാത്തി ഹൈ, അദ്ദേഹത്തിന്റെ കണ്ണിൽ വന്ന് പതിക്കുവാണ്. तो इस छोटी सी घटना से कवि की सारी अखड़ गायब हो जाती है. ഈ ഒരു ചെറിയൊരു ഘടന കാരണം എന്താണ് അദ്ദേഹത്തിനുള്ള അഹങ്കാരം എല്ലാം ഇല്ലാതാവുകയാണ്. സോ
വേ ദർദ് സെ ബേചൈൻ ഹോ ജാത്തെ അദ്ദേഹം പെയിൻ കാരണം അദ്ദേഹം എന്താണ് ബേചൈൻ അസ്വസ്ഥനാവുകയാണ് और उनकी आंख लाल होकर दुखने लगती है അദ്ദേഹത്തിന് കണ്ണ് ചുവക്കുകയും അദ്ദേഹത്തിന് എന്താണ് വേദന അനുഭവപ്പെടാൻ തുടങ്ങുവാണ് ലോग कपड़े की मूंड बनाकर उनकी मदद करने की कोशिश करते हैं ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തിന് കപ്പട തുണിയുടെ ഒരു ചെറിയ കഷ്ണം നമുക്കറിയാം മറ്റൊരു ആൾക്കാർ ഇത് കണ്ടിട്ട് ഇദ്ദേഹം വേദനിച്ച് നിൽക്കുമ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് എന്താണ് ചെറിയൊരു തുണിയുടെ കഷ്ണം ഇങ്ങനെ റോൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് ആ തിൻക എടുത്തു മാറ്റാൻ വേണ്ടി ആൾക്കാർ സഹായിക്കുവാണ് और इस प्रक्रिया में उसका सारा घमंड चूर चूर हो जाता है ഈ ഒരു സമയം ഇൻസിഡന്റിലൂടെ എന്താണ് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് അഹങ്കാരം ഇല്ലാതായി പോവാണ് जब किसी तरह का वो तिनका आंख से निकल जाता है तब അങ്ങനെ എങ്ങനെയൊക്കെ കൂടിയിട്ട് ആ കണ്ണിൽ നിന്ന് ആ ഒരു എന്താണ് അദ്ദേഹം ആ ഒരു തിൻക കണ്ണിൽ നിന്ന് ഒഴിവായി പോയപ്പോൾ എന്താണ് तब कवि की अपनी ही समझ या विवेक उन्हें थाना मारता है കവിയുടെ സ്വന്തം അഹങ്കാരം തന്നെ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ സമജിനെ തന്നെ അദ്ദേഹത്തിന്റെ ഉത്ഭവത്തിനെ തന്നെ ഒന്ന് थाना देता है ഓക്കെ ഒരു പരിഹാസം थाना देना मतलब मोकिया കളിയാക്കുക ഓക്കെ तो क्या है उसकी समझ कहती है कि അദ്ദേഹത്തിന്റെ സമജന അദ്ദേഹത്തിന്റെ ബോധത്തിന് അദ്ദേഹത്തിനോട് പറയുവാണ് तुम किस बात का जो किस बात पर इतना घमंड कर रहे थे നീ ഏത് കാര്യത്തിലാണ് इतना अहंകരിച്ചിരുന്നത് जब तुम्हें हम्बल करने के लिए एक छोटा सा तिनका ही काफी है हम्बल का मतलब होता है तुम्हें विनम्रത അതിനാണ് ഞാൻ അവിടെ ഹംബിൾഡ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിൽ വീഡിയോ കണ്ട കുട്ടികൾക്ക് അറിയായിരുന്നു हम्बल्ड എന്ന് പറഞ്ഞ വിനമ്രതയാണ് അല്ലേ ആ വിനമ്രത വരാൻ വേണ്ടി അഹങ്കാർ और विनम्रता सो इधर मैंने लगा दिया हम्बल करने के लिए विनम्रता करने के लिए एक छोटा सा तिनका ही काफी है ഒരു ചെറിയൊരു തിൻക തന്നെ ഇനഫ് ആയിരുന്നു इस प्रकार कविता का यह संदेश देती है कि किसी भी व्यक्ति को अपने शक्ति या पद पर घमंड नहीं करना चाहिए അപ്പോൾ ആരും ഈ ലോകത്ത് എന്താണ് നീ വഹിക്കുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നത് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല നിന്നേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും ഈവൻ ദോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് whenever you feel like I am the best in my classroom അല്ലെങ്കിൽ ഞാൻ എൻ്റെ സർക്കിളിൽ ഞാനാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ യു ആർ ഇൻ ദ റോങ് ക്ലാസ് റൂം അല്ലെങ്കിൽ യു ആർ ഇൻ ദ റോങ് ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ ഒരു ക്ലാസ് റൂമിലാണല്ലോ അല്ലെങ്കിൽ ഇതിലും നല്ലൊരു ക്ലാസ് റൂം അപ്പുറത്ത് ഉണ്ടാവാം സോ നിന്റെ ക്ലാസ്സിൽ നീ എപ്പോഴൊക്കെയാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിന്റെ നാട്ടിൽ ഞാനാണ് ബെസ്റ്റ് എന്ന് തോന്നിക്കുവാണെങ്കിൽ നീ തെറ്റായ നാട്ടിലാണ് അല്ലെങ്കിൽ നീ തെറ്റായ ക്ലാസ് റൂമിലാണ് ഇതിലും വലിയ ക്ലാസ് റൂംസ് ഒക്കെ പുറത്തുണ്ട് സോ അങ്ങനെയാണ് സോ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനത്തെ ഒരു ഗുണപാഠം തന്നെയാണ് തരുന്നത് കാരണം ആരും ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനാകുന്നില്ല മറിച്ച് നമ്മുടെ പ്രവർത്തികളാണ് ശ്രേഷ്ഠനാക്കുന്നത് तो बच्चों समझ गया पूरी तरह से കവിത നമ്മൾ കംപ്ലീറ്റ് മനസ്സിലാക്കി ഇതിന്റെ മലയാളം വേർഷൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങളൊന്നും വേണ്ട നേരെ എൻ്റെ ജിമൻ സാർ ജോപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്താണ് തിൻക എന്ന് അടിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതിന്റെ സമ്മറി 120 സെക്കൻഡ് സമ്മറി നിങ്ങളുടെ ഇൻബോക്സിൽ ലഭിക്കുന്നതായിരിക്കും तो बच्चों अच्छे से पढ़ो अच्छे से सीखो तो मिलते हैं अगले वीडियो में तब तक के लिए धन्यवाद थैंक यू